ഒരു പോയിന്റിനെ എങ്ങനെ വളരെ ഫ്രീ ആയിട്ട് കോർഡിനേറ്റ് പ്ലെയിനിൽ മൂവ് ചെയ്യാം എന്ന കാര്യമാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ സ്ലൈഡറിൻ്റെ ഉപയോഗവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജിയോജിബ്ര സോഫ്റ്റ്വെയർ തുറന്ന് സ്ക്രീനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വരുന്ന മെനുവിൽ നിന്നും സ്റ്റാൻഡേർഡ് വ്യൂ ക്ലിക്ക് ചെയ്ത് ആക്സിസുകളെ സ്ക്രീനിൻ്റെ മധ്യഭാഗത്തായിട്ട് ആദ്യം ക്രമീകരിക്കുക. അതിനുശേഷം സ്ലൈഡർ ടൂൾ സെലക്ട് ചെയ്ത് സ്ക്രീനിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന വിൻഡോവിൽ മിനിമം വാല്യൂ ആയിട്ട് -10ഉം മാക്സിമം വാല്യൂ ആയിട്ട് 10ഉം കൊടുക്കുക. ഇൻക്രിമെൻ്റ് വാല്യൂ തൽക്കാലം കൊടുക്കേണ്ടതില്ല. ഈ സ്ലൈഡിൻ്റെ പേര് എ എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ബി എന്ന പേരിൽ ഒരു സ്ലൈഡർ കൂടി ഉണ്ടാക്കാം. മിനിമം വാല്യൂ -10ഉം മാക്സിമം വാല്യൂ 10ഉം തന്നെ കൊടുക്കുക. അതിനുശേഷം സ്ലൈഡറുകളെ വേണ്ട രീതിയിൽ ക്രമീകരിച്ച് വെക്കുക. ഇനി ഇവിടെ കാണുന്നത് പോലെ സ്ക്രീനിൻ്റെ വലതുഭാഗത്തുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആൾജിബ്ര ക്ലിക്ക് ചെയ്ത് ആൾജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് മൂവ് ചെയ്യിക്കാനുള്ള ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ആൾജിബ്ര വിൻഡോ ഒന്ന് വലുതാക്കിയതിന് ശേഷം അവിടുത്തെ ഇൻപുട്ട് ബോക്സിൽ a = ബ്രാക്കറ്റ് a, b നമ്മൾ ഉണ്ടാക്കിയ സ്ലൈഡറിൻ്റെ പേര് അവിടെ കൊടുത്ത് എൻ്റർ കീ അമർത്തുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ a എന്ന പോയിന്റ് ഉണ്ടായി വന്നതായി കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഈ പോയിന്റിൻ്റെ വലിപ്പവും കളറുമൊക്കെ നമുക്കിതുപോലെ മാറ്റാവുന്നതാണ്. ഇനി a എന്ന സ്ലൈഡറും b എന്ന സ്ലൈഡറും മാറ്റി മാറ്റി മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് a എന്ന പോയിന്റ് വളരെ ഫ്രീ ആയിട്ട് ചലിക്കുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ സ്ലൈഡറുകളുടെ വാല്യൂസ് നമ്മൾ മിനിമം -10ഉം മാക്സിമം 10ഉമാണ് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ വാല്യൂസ് വർദ്ധിപ്പിച്ചിട്ട് പോയിന്റ് മൂവ് ചെയ്യുന്ന ഏരിയ നമുക്ക് കൂട്ടാവുന്നതോ കുറയ്ക്കാവുന്നതോ ആണ്. ഇനി a എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വലതുഭാഗത്തുള്ള ലേബൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹിഡൻ എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ a എന്ന പേര് അപ്രത്യക്ഷമാവുന്നതാണ്. എന്നാൽ നമ്മളിവിടെ വാല്യൂ എന്ന ലേബലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ a എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ സ്ലൈഡറുകളുടെ a, b എന്ന പേരിന് പകരമായിട്ട് നമുക്ക് നമ്മുടേതായ ക്യാപ്ഷൻ കൊടുക്കാൻ സാധിക്കും. അതിന് ആദ്യത്തെ സ്ലൈഡറിൻ്റെ മേലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന വലതുഭാഗത്തെ വിൻഡോയിലെ ബേസിക് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ b എന്ന സ്ലൈഡർ സെലക്ട് ചെയ്ത് അതിൻ്റെ സെറ്റിങ്സിൽ ഇതുപോലെ തന്നെ പോയി അതിൻ്റെ ക്യാപ്ഷൻ എന്ന ഭാഗത്ത് അപ്പ് ഓർ ഡൗൺ എന്നും ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ ഓരോ സ്ലൈഡറും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് ഇതുപോലെ ക്യാപ്ഷൻ കൊടുത്ത് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ ഒരു പോയിന്റിൽ നമുക്ക് സ്ലൈഡറിൻ്റെ സഹായത്തോടു കൂടി വളരെ ഫ്രീ ആയിട്ട് ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ സ്ലൈഡറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.